എങ്ങനെയുണ്ടായിരുന്നു പുതിയ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനെ അവിടെ കണ്ടപ്പോഴത്തേക്ക്? കണ്ടസ്റ്റൻസ് നമ്മൾക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന 1 hour എല്ലാം എഡിറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്കറിയാം അതിനകത്ത് എന്താണ് ആൾക്കാർ എന്നുള്ളത് നമുക്കറിയാം. അവിടെ ചെന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തോടെ നമുക്ക് ജ്യൂസൊക്കെ തന്നു, നമ്മളവിടെ നല്ലോണം ട്രീറ്റ് ചെയ്തു, നമ്മളെല്ലാം കൊണ്ട് കാണിച്ചു. ഭയങ്കര രസമായിരുന്നു. അത് നിങ്ങൾ എപ്പിസോഡ് വരുമ്പോൾ കാണുമ്പോൾ രസമായിരിക്കും. ഈ അനുമോളുടെ ഗെയിമിംഗ് എങ്ങനെയുണ്ട്? ബിഗ് ബോസ് കണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെച്ച് കാണുന്നുണ്ട്, മൊത്തത്തിൽ കാണാൻ പറ്റിയിട്ടില്ല. എങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ഫുൾ കാണും ലാലേട്ടന്റെ. അനുമോളുടെ ഗെയിമിംഗ് പ്ലാൻ എങ്ങനെയുണ്ട്? ഗെയിം അവളായിട്ട് ഇരിക്കുന്നു, അവളുടെ രീതിയിൽ ഒരു കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അവളുടെ ഇഷ്ടം, നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് അവളുടെ രീതിയാണ്, നമുക്കിപ്പോ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കരയുന്നത് ഈ ഫാമിലീസിന്റെ സെന്റിമെന്റ്സ് നേടാൻ വേണ്ടിയാണ്. അവള് ശരിക്കും സെൻസിറ്റീവ് ആണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം, അവള് വർഷങ്ങളായിട്ടുള്ള എന്റെ ഫ്രണ്ടാണ്. അപ്പൊ എനിക്കറിയാം അവൾ ഇച്ചിരി സെൻസിറ്റീവ് പേഴ്സൺ ആണ്. ചെറിയ കാര്യങ്ങൾ മതി പിണങ്ങാനൊക്കെ. നമ്മൾ തന്നെ ഒരുപാട് വട്ടം അടി ഉണ്ടാക്കി കുറെ നാളും ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് സെൻസിറ്റീവ് ആണ്. അപ്പൊ സെൻസിറ്റീവ് ആൾക്കാർ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ അക്ബറിന്റെ ഉറ്റ സുഹൃത്താണല്ലോ അപ്പാനി ശരത്. ഈ അപ്പാനി ശരത് ഇപ്പൊ ഔട്ടായത്, അത് അപ്പാനി ശരത് ഇപ്പൊ ഔട്ടാകേണ്ട കണ്ടസ്റ്റന്റ് അല്ലായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ലല്ല, ജനവിധി പ്രകാരം ആരായാലും പുറത്തു പോയേ പറ്റൂ. ഈ പി ആർ ചെയ്യുന്നതിന്റെ ഇതുകൊണ്ടാണോ പലരോടും PR? ഞാൻ ഇപ്പൊ എല്ലാവരും പറഞ്ഞാൽ PR അകത്ത് കണ്ടന്റ് കൊടുത്താലേ PR കൊണ്ട് ഗുണമുള്ളൂ. അപ്പൊ അകത്ത് കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ ഒരു PR കൊണ്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യും? ചുമ്മാ ഇരിക്കുന്നത് മാത്രം എടുത്ത് PR എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം PR കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ നോ യൂസ്. PR കൊണ്ട് നോ യൂസ്. രേണുസുതി പെട്ടെന്ന് ഔട്ട് ആകാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയത്. അതെ, അതിനോട് എങ്ങനെ യോജിക്കുന്നു? അല്ല, പുള്ളിക്കാരി കുറച്ചുകൂടെ പിടിച്ചേക്കാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയതാ. ബിഗ് ബോസ് എന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പോകുമ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് പിടിച്ച് നിന്ന് കുറച്ചുകൂടെ പുള്ളിക്കാരി എന്തായാലും കുറച്ചുകൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു വന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഈ പ്രാവശ്യം കോമണർ ആയിട്ട് കയറി അനീഷിന്റെ ഗെയിം അങ്ങനെയുണ്ട്, എല്ലാവരും ഞാൻ അവിടെ ചെന്നപ്പോഴും മിണ്ടി, അതെ, നല്ലൊരു വ്യക്തിയാണ്. മൈൻഡ് ചെയ്തോ? അയാള് നോർമലി അനുമോളും അങ്ങനത്തെ ആൾക്കാർ ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു, എന്നെ അറിയാവോ എന്ന് ചോദിച്ചു. പിന്നെന്താ അറിയാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വന്ന് എന്നെ ഹഗ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് അനീഷായിട്ട് ഇരിക്കുന്ന സീറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ സീറ്റ് തന്നു. അങ്ങനെയൊക്കെ അത് രസമാണ്. അഖിലേട്ടൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അനീഷിന്റെ ഇതുണ്ടായിരുന്നു. കാരണം അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരുടെ ഒക്കെ സീസൺ കണ്ട് എല്ലാം പഠിച്ചിട്ടാണ് പോയത് എന്നൊരു. ഇല്ല, നമുക്ക് സ്പെഷ്യലി ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല, ആൾക്കാരുടെ ഗെയിം ചേഞ്ച് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തില്ല. നമ്മൾ മൂവി പ്രൊമോഷൻ എന്നുള്ള രീതി മാത്രം പോയി. അഖിലേട്ടനോ തന്നെ മൂവി പ്രൊമോഷൻ എന്നുള്ള രീതി തന്നെ പോയിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ സെറീന ഉണ്ടായിരുന്നു. അഖിലേട്ടൻ, ഞാൻ, സെറീന. അങ്ങനെ അത് കാണുമ്പോൾ 2 ടൈപ്പ് ഓഫ് എൻട്രി ഒക്കെയാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സെപ്റ്റംബർ 12 മിഡ് നൈറ്റിൽ മുളങ്കുലി എന്ന് പറഞ്ഞ പടം ഇറങ്ങാണ്. ഞാന്, അഖിൽമാര, ഫെറീന, ജാഫ്രിഡിക്ക്, കോട്ടയം നസർ, അങ്ങനെ കുറെ ആൾക്കാരുള്ള ഒരു കൊച്ചു നല്ല പടം ഇറങ്ങുന്നുണ്ട്. എല്ലാരും പോയി കാണണം. ഇപ്പൊ നമ്മള് ബിഗ് ബോസിൽ പ്രൊമോഷൻ പോയതാണ്. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവിടുന്ന് ഞങ്ങളെല്ലാം ബിഗ് ബോസ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് അവര് നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അവര് വലിയ സീനിയർ ആക്ടേഴ്സിന്റെ മാത്രം പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് നമുക്ക് വേണ്ടി പ്രൊമോഷൻ സമ്മതിച്ചു തന്നു. ഏഷ്യാനെറ്റ് ആയാലും ജിയോ ഹോട്ട്സ്റ്റാർ ആണെങ്കിലും നമ്മുടെ പടം കാണാം, നല്ലതാണെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ വരെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങളെ പോലെ കയറി വരുന്ന ആക്ടേഴ്സിന് ഭയങ്കര ഒരു പ്രചോദനമാണ്. കാരണം പല പടങ്ങളും ഇന്ന് പ്രൊമോഷൻ ഇല്ല, OTT എടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ നമുക്ക് പ്രൊമോഷനും ഹെൽപ്പ് ചെയ്തു. OTT റൈറ്റ്സ് നല്ലതാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിലും വന്നു. അപ്പൊ അത് വലിയൊരു എനിക്ക് പറയാം ഭയങ്കര ലക്കായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 12 ഞങ്ങളുടെ മിഡ് നൈറ്റിൽ മുളങ്കുലി ഇറങ്ങാം. ഓക്കെ,